ഇന്ന് ഓവർ എ കപ്പ് ഓഫ് ടീയിൽ നമ്മളോടൊപ്പം ഉള്ളത് അഭിലാഷാണ്. അഭിലാഷിൻ്റെ സ്പെഷ്യാലിറ്റി പാഷൻ തന്നെയാണ് ഫോളോ ചെയ്തത് ഫ്രം ദ സ്റ്റാർട്ട്. ലൈക്ക് ആഫ്റ്റർ എഞ്ചിനീയറിംഗ് പാഷൻ തന്നെയാണ് ഫോളോ ചെയ്തത്. ആ പാഷനിലൂടെ 200ഓളം സ്റ്റാർട്ടപ്സ്, പല ഗുഡ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ഇപ്പോൾ ഷീ ടാക്സി ആയാലും ശരി, ഈ ടോയ്ലറ്റ് ആയാലും ശരി, അതുപോലെ എല്ലാം വന്ന് ഇന്ന് വി ഹാവ് സംതിങ് കോൾഡ് ബി ഹബ് ആൻഡ് ബ്ലൂം. അപ്പോൾ ഈ ഒരു ജേർണിയിൽ പാഷൻ ഫോളോ ചെയ്ത് വരുന്നതിൻ്റെ സ്റ്റാർട്ടിങ്, ദി പ്രോസസ്, ദി ഓൾ ദാറ്റ് ചാലഞ്ചസ് യു ഹാഡ് ടു ഫേസ്, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. സോ ഞാനിത് 2000 എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആണ്. 2000 തുടക്കത്തിൽ. അപ്പോൾ പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അന്ന് നമ്മൾ എന്തെങ്കിലും സ്വന്തമായി തുടങ്ങുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ക്രിമിനൽ ആക്ടിവിറ്റി, റൈറ്റ്, അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ചിൽ ആരും തന്നെ ഇങ്ങനെ ഒരു ഇതിൽ പോയില്ല. അപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം തന്നെ ട്രിവാൻഡ്രത്ത് എത്തുകയും അത് കഴിഞ്ഞ് കുറച്ച് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ പോവുക ചെയ്തത്. പക്ഷേ അതിന് മുന്നേ തന്നെ ദെർ വാസ് എ കോൾ ഇൻസൈഡ്. സോ ഐ ബിലീവ് ഓൺടർപ്രണർഷിപ്പ് അല്ലെ പാഷൻ എന്നൊക്കെ പറയണത് ഇറ്റ്സ് ജസ്റ്റ് എ കോൾ ഇൻസൈഡ്. അത് നമ്മളൊരു ടെക്നോളജി എക്സ്പേർട്ടോ, ഞാനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്, പക്ഷേ അതെന്തിനാണ് പഠിച്ചതെന്ന് പോലും എനിക്ക് കാര്യമായി അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ എന്നെ എൻ്റെ കോളേജ് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഐ ലേൺഡ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് മൈ ക്ലാസ് റൂം, ദാറ്റ് റിയലി ഹെൽപ്ഡ്. സോ അതെനിക്ക് കൂടുതൽ എന്തും ഫേസ് ചെയ്യാനുള്ള കുറച്ച് ഒരു കറേജും അല്ലെങ്കിൽ അതെനിക്ക് തന്നിരുന്നു. അപ്പോൾ ബേസിക്കലി ആ ഒരു കോൾ ഇൻസൈഡ്, ആൻഡ് ദെൻ ഐ ഗോട്ട് കണക്റ്റഡ് വിത്ത് പീപ്പിൾ, ആൻഡ് ദെൻ ഐ വാസ് നെവർ അഫ്രൈഡ്. വെൻ ഐ ഗോട്ട് ഇൻ ടു ഇറ്റ്, വെൻ ഐ മെറ്റ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, ഈവൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, നമ്മൾ ഒരു പക്ഷേ ഒരു സൊസൈറ്റിയിൽ ഒരു 2% ആൾക്കാരെ കാണൂ ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട്, എൻവയോൺമെൻറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു എൻഗേജ് വിത്ത് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്തു. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾവേസ് എ കൈൻഡ് ഓഫ് എ ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് ആൾക്കാർ കാണുന്നത്. സ്വന്തമായിട്ട് സ്ഥിര ജോലി ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. ഈവൻ ഐ സ്റ്റേഡ് അവേ ഫ്രം മൈ ഫ്രണ്ട്സ് ബിക്കോസ് ഐ വാണ്ടഡ് ടു റെസിസ്റ്റ് ദ സോഷ്യൽ പ്രഷർ. അതേപോലെ ഫാമിലിയിൽ നിന്ന് ഞാനൊരു 3-4 വർഷം മാറി നിന്നു ഇൻ ഓർഡർ ടു അഗെയിൻ. കാരണം ഏറ്റവും വലിയ പ്രഷർ അടുക്കളയിൽ നിന്നാണല്ലോ വരിക. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ ഒരു ഫാമിലി പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. സോ ഒബ്വിയസ്ലി യു നോ ദ കൈൻഡ് ഓഫ് അനിയത്തി വളർന്നെൻ്റെ കൂടെ വരുന്നു. സോ യു ഹാവ് ഓൾ ദിസ് പ്രഷർ. സോ ബട്ട് ദെൻ I think yes, every day since I got fortunately, I could say I was fortunate enough to find what I am, discover what I am, and then I pursued it. No matter what happened, first 4, 5, 6 years it was all struggle. I started earning only after 6 years, and in fact എനിക്ക് ഇൻഫോസിസിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റൊക്കെ വന്ന് ഫൈനൽ റൗണ്ട് ഞാൻ പോകാതെ അങ്ങനെയൊക്കെ ചെയ്തത്. I don't know why it all happened at that point of time, but then it was just a call. I chose, probably what my mind said. And then, every day was like literally a struggle. But അത് വിട്ടു കൊടുക്കാൻ നമുക്കൊരു ഇതില്ലായിരുന്നു. So there were interesting stories like that. പക്ഷേ ഒരു ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ഓൾ ദ ഡോർസ് ക്ലോസിങ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. പക്ഷേ അപ്പോൾ ഒരു 3 ഡോർ പുതുതായി തുറന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ, I mean, you always, since you are chasing a passion, you'll find more doors opened probably before you sleep. So it was all happy. Even though I might have faced a lot of setbacks, it was like 20 years of and 365 days of firefighting. At the end of the day, it's more like when you chase your passion, when you do things which you really love to do, I mean, life is different, right? So that I experienced, and then in the first venture 2015 ഞാൻ exit ചെയ്തു, which actually created was the brain behind or probably the company behind some amazing path breaking global kind of initiatives such as e-toilet, She Taxi, etc. ആ വെഞ്ചറിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് യെസ്, കാരണം ആരും അപ്രീഷിയേറ്റ് നമ്മുടെ ചുറ്റും ഇല്ലല്ലോ. അപ്പോഴാണ് ഈ സ്റ്റാർട്ടപ്പും ഇങ്ങനത്തെയൊക്കെ വരുന്നത്. അപ്പോൾ റൈറ്റ് ഫ്രം ഡേ വൺ വി വർ ആക്ച്വലി ട്രൈങ് ടു സോൾവ് ലാർജ് പ്രസിംഗ് പ്രോബ്ലം. എനിക്ക് തോന്നുന്നു വൺ തിങ് വിച്ച് ഹാസ് റിസൾട്ടഡ് ഇൻ മൈ ദിസ് ജേർണി, ഇപ്പോഴും എനിക്കതിന് വലിയ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒരു എംപത്തറ്റിക് ആവുന്നുണ്ട്. അപ്പം സോ ഐ റിലേറ്റ് ടു പ്രോബ്ലംസ് ദാറ്റ് ഐ സീ അറൗണ്ട്. That if you look at any of the ventures that we created, അതിലെല്ലാം it was more like transformational. It was more like transfer against a pressing social problem of scale also.
ഇപ്പോൾ ഈ ടോയ്ലറ്റ് നോക്കിയാലും അതൊരു ഭയങ്കര നമ്മളുടെ ഇപ്പോഴുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെയും വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസിനെ അഗൻസ്റ്റാണ് ചെയ്തത്. അതേപോലെ ഷീ ടാക്സി ചെയ്താലും അതിനകത്തൊരു എലമെൻറ്റ് ഓഫ് എംപവർമെൻറ്റും അതൊരു ട്രാൻസ്പോർട്ടേഷനെ ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അക്ഷയ എന്ന് പറയുന്ന അക്ഷയ സെൻറ്റേഴ്സ് ഇന്ന് കാണുന്നത് ഒരു പക്ഷേ എൻ്റെ പാർട്ട്ണറിൻ്റെ ലാപ്ടോപ്പിൽ ഉണ്ടായതാണ്. അപ്പം സോ ഇതെല്ലാം അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു. സോ ദീസ് ആർ ഓൾ മാസീവ് ട്രാൻസ്ഫോർമേഷണൽ ഇനീഷ്യേറ്റീവ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എംപത്തൈസ് ചെയ്യാനായിട്ടുള്ള ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നു, എബണ്ടൻസിലല്ല ഞാൻ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ എന്നെ ഇഷ്യൂസുമായിട്ട് അല്ലെങ്കിൽ എംപത്തൈസ് ചെയ്യാൻ സാധിക്കുന്നതും എനിക്ക് തോന്നുന്നു ഇന്നോവേഷൻസിൻ്റെയൊക്കെ ഒരു ഫണ്ടമെൻ്റൽ, ഒരു ഓൺട്രപ്രണറുടെ ഫണ്ടമെൻ്റൽ ക്വാളിറ്റി അതാവണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സുഖം ഞാൻ വളരെ നേരത്തെ അറിഞ്ഞു. ആൻഡ് ഐ കുഡ് ആക്ച്വലി ഫീൽ ആ ഒരു സോഷ്യൽ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ എനിക്ക് ആദ്യമേ പറ്റി. ആൻഡ് ദെൻ ഐ തിങ്ക് if I'm really happy about what I may not have reached a place where I really deserve to be, and the journey is still on. We'll definitely reach there, but then I'm at the end of every day I'm happy because I'm chasing my passion. ഒരു ഡീസെൻട്രലൈസ്ഡ് ഓഫീസ് വർക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സ്പേസ് ടു വർക്ക്, ഓഫീസ് അല്ല സ്പേസ് ടു വർക്ക് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നതിന് ആദ്യം ബിഹബിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒരു കോളേജിൻ്റെ കയ്യിലുണ്ട്, അതിനെന്ത് ചെയ്യാം എന്നുള്ളൊരു പാത്ത് ബ്രേക്കിംഗ് തോട്ടിനെയാണ് ബിഹബായിട്ട് കൺവേർട്ട് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. ആ കേൾവിയിൽ എത്രത്തോളം സത്യമുണ്ട്? ഹൗ ഡിഡ് ആക്ച്വലി ബിഹബ് കം അബൌട്ട്? So there are two aspects to this. ഒന്ന്, ബിഹബ് ഒരു കോവർക്കിംഗ് സ്പേസാണ്. ബിഹബ് എന്ന് പറയുന്നതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് കോവർക്കിംഗ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റലി ഞങ്ങൾ ഇതുപോലൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഞാൻ 2015 റെയിൻ കൺസേർട്ട് എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ കമ്പനി വിച്ച് ക്രിയേറ്റഡ് ഈ ടോയ്ലറ്റ്, ഷീ ടാക്സി, ഐനി എക്സെട്ര ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഐ തോട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ് ആൻഡ് യുൽ മൂവ് ഓൺ, റൈറ്റ്? അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് സോ വി ഡിഡ് മാസീവ് ബിസിനസ്, ഒരു 100 crores പ്ലസ് ബിസിനസ് ഞാൻ ഇത്രയും വർഷമായിട്ട് പല വർഷമായിട്ട് ചെയ്തു. ഇതുപോലുള്ള പാത്ത് ബ്രേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ് മോർ ദാൻ 5,000 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു ഡയറക്റ്റ്ലി തന്നെ. ടെക്നോ പാർക്കിലായിരുന്നു ഒരു ഓഫീസ്. I mean, we had multiple offices, multiple places, etc. But eventually I faced my biggest setback in 2015. Then I realized, I could not justify why I failed because I tried to do everything right. And then I learned quickly, tried to adapt and things like that. മാനേജ്മെൻറ്റ് ബുക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ റീസൺ. സോ പിന്നീട് എനിക്ക് കുറേയോടെ അനലൈസ് ചെയ്തപ്പോൾ ആൻഡ് ഐ ഹാഡ് ടു ഫൈൻഡ് വാട്ട് നെക്സ്റ്റ്, റൈറ്റ്? സോ യു ദെൻ ഹാവ് എ ബിഗർ ലാർജർ പ്രഷർ ഫ്രം യുവർ പീപ്പിൾ അറൗണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഐ തോട്ട് ദർ കുഡ് ഓൺലി ബി വൺ റീസൺ. എനിക്ക് ആ കമ്പനിയുടെ മായിട്ടുള്ള വിച്ച് we founded, and I was like 24/7 and 15 years. എനിക്കൊരു വേറെ റീസണും തോന്നിയില്ല ദാൻ ടു യൂസ് ദ ലേണിംഗ് ഔട്ട് ഓഫ് ദാറ്റ്. ഒരു ലൈഫ് ലെസൺസിനെ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഞാൻ ഫെയിലായി എന്നുള്ള ഒരു ആംഗിളിൽ എൻ്റെ 15 വർഷം കാണണം. ഒരു സ്റ്റാൻഫോർഡ് ഓഫ് ലേണിംഗ് ഒരു 15 years കൊണ്ട് കിട്ടി എന്നുള്ളതാണ് എനിക്ക് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഐ തോട്ട് ഓഫ് യൂസിങ് ദോസ് 15 years ടു സോൾവ് സംതിങ് വിച്ച് ലെറ്റ് മീ ഫെയിൽ ആസ് എൻ ഇന്നോവേറ്റർ ഓർ എന്നെ ഫെയിലാക്കാനുള്ള കാരണങ്ങൾ എന്താണോ അത് സോൾവ് ചെയ്യുക എന്നുള്ളതിന് ഉള്ള ഒരു 15 years ഓഫ് ലേണിംഗ് ആയിട്ട് എടുത്തത്. സോ ആൻഡ് ഫണ്ടമെൻ്റലി ദാറ്റ് വാസ് എഡ്യൂക്കേഷൻ. ബിക്കോസ് ഇപ്പം ഞങ്ങൾ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു ആശയം ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത്, നമ്മുടെ കോർ ടീം വെൻ വി വർ ലൈക്ക് 300+ പീപ്പിൾ ഇൻ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് കക്കൂസോ എന്നാണ് തോന്നിയത്. എപ്പോഴും ഒരു ഓൺട്രപ്രണർ നോക്കുന്നത് ചുറ്റുമുള്ള ഒരു പ്രശ്നത്തിനെ അവൻ ആദ്യമേ ഡിസ്കവർ ചെയ്യണം. ദാറ്റ്സ് എ ഫണ്ടമെൻ്റൽ ഓഫ് എനി ഇന്നോവേഷൻ. യു ഡിസ്കവർ ദ പ്രോബ്ലം. ഇറ്റ്സ് നോട്ട് ദ ഐഡിയ, ഇറ്റ്സ് ദ പ്രോബ്ലം ആൻഡ് ദെൻ ദ ഡെപ്ത് ആൻഡ് ദ സ്പ്രെഡ് ഓഫ് ഇറ്റ് വിച്ച് ആക്ച്വലി അതൊരു റിയൽ എത്രത്തോളം പെയിൻഫുൾ പ്രശ്നമാണ്, എത്ര പേര് അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമാണ്, ഡിസൈഡ്സ് ദ ഫേറ്റ് ഓഫ് യുവർ വെഞ്ചർ. സോ ഇറ്റ്സ് അബൌട്ട് ദ പ്രോബ്ലം. സോ ഐ ന്യൂ അന്ന് ഞാൻ ഈ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കക്കൂസിന് മേലിൽ ഭാവന, ഇമാജിനേഷൻ പോയില്ല. And my biggest struggle, if you really ask me, I'm no more part of the venture, e-toilet in there. I lost that venture for stories, for reasons. പക്ഷേ the core reason why we failed was because of this. എന്ന് വെച്ചാൽ I could not sell the idea within my organization. So that there started. പിന്നെ I could actually, in a peripheral level, I could probably find hundreds of other reasons why I failed, but then this was the core. There everything started. സോ ഇങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രൈമർലി ഇറ്റ്സ് എ കൾച്ചർ വിച്ച് വി വാണ്ടഡ് ടു ചേഞ്ച്. ഞാൻ ഈ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ
അതിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാനോ അതുണ്ടാക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനെ മനസ്സിലാക്കാനോ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെ മനസ്സിലാക്കാനോ അവരുടെ ഭാവന പോയില്ല. ദേ ഓൾവേസ് വാണ്ടഡ്, ആർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓൾവേസ് ക്രിയേറ്റ്സ് പീപ്പിൾ ഹു വുഡ് വാണ്ട് ഇൻസ്ട്രക്ഷൻസ് ടു ഗെറ്റ് തിങ്സ് ഡൺ. അപ്പോൾ റെപ്പറ്റേറ്റീവ് ജോബ്സ് ചെയ്യാൻ, അതാണ് നമ്മളിപ്പോഴും സ്പൂൺ ഫീഡാണ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെയാണ് പിന്നെ ഈ എന്താ പറയുക നമ്മുടെ ടാസ്കും. യു ഹാവ് ഗോട്ട് എൻറ്റയർ ഹയറാർക്കി വേർ യു ഗിവൺ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ മോർണിംഗ്, യു ഗോട്ട് എൻറ്റയർ QA QC വാട്ട് എവർ യു സേ which will not allow you to fail. These are all fine, but innovation is different. You are the CEO of what you're doing, right? You don't have instructions because you're doing something non-existing. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു AI അല്ലെങ്കിൽ ഒരു ഡേറ്റ സയൻസോ പഠിപ്പിക്കുന്ന മാത്രമല്ല ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് സിനിമ കാണുന്ന പോലെ വീഡിയോ കാണിച്ചിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നതല്ല. യു നീഡ് ടു ചേഞ്ച് ദ കൾച്ചർ വെയർ സോഷ്യൽ സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. എംപത്തി അവർക്ക് ഡെവലപ്പ് ചെയ്യണം, ഇൻക്വിസിറ്റീവ് മൈൻഡ് സെറ്റ്, ക്യൂരിയോസിറ്റി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോദിക്കാൻ അറിയത്തില്ല, ചോദിക്കാനും അറിയില്ല, ചോദിക്കാനുള്ള ഭയവുമാണ്. സോ വി നീഡ് ടു ബ്രിങ് ഓൾ ദീസ്. ഈ വൈ വാട്ടിൽ നിന്നാണ് ഇന്നോവേഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ചാലഞ്ച് ടേക്കിംഗ് മൈൻഡ് സെറ്റ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എഡ്യൂക്കേഷനെ ട്രാൻസ്ഫോം ചെയ്യണം. ആൻഡ് നോട്ട് ഒരു പെരിഫറൽ ലെവലിൽ ടെക്നോളജി ഒരു ട്രെയിനിങ് കൊടുത്തിട്ടല്ല, ഇൻസ്റ്റഡ് അവരുടെ ഒരു കൾച്ചർ തന്നെ അവർക്ക് ബിൽഡ് ചെയ്യും. ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ആൻഡ് ദാറ്റ് വാസ് എ തോട്ട് ബിഹൈൻഡ്. സോ പിന്നെ എനിക്ക് സൊല്യൂഷൻ അപ്പില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ സ്പെൻഡ് ഓൾമോസ്റ്റ് 1 year in 2016 to actually എന്താ പറയണേ to find or understand the problem, right, really well. അപ്പോൾ അങ്ങനെ I traveled across the state and even in Bangalore. We worked closely with Federal Bank. Federal Bank into a startup fund we managed. They knew me. We worked on many projects together. So I knew the CEO of Federal Bank, Shyam Saralam. They gave me an opportunity to actually work for them on a consulting level, on an organization level as a partner, to manage the startup fund. In the process, we together went to a lot of campuses. Because education ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്യാമ്പസസും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിക്കണം. I met across 50,000 plus students across the state and in Karnataka, in Bangalore specifically. One thing which I found was, first thing which I go there and ask people to do was to stand up and sing a song. ഇന്നേ ദിവസം വരെ ആരും എണീറ്റ് ഫസ്റ്റ് ടൈം പാടിയിട്ടില്ല. Imagine these were all kids, maybe the same bunch of students sitting in a UKG, and I'm asking the same questions, and then the whole ball game will be different. Everybody might have stood up and sung. So what has happened? After all, these are days where you get to meet Ratan Tata in an elevator, and then you got probably time until he reaches 3rd floor. You have to sell your idea, and then your life is different. So this is a time, and this happened with Infosys. When Narayana Murthy met, Vice President of GE on a flight, and these are life-changing moments. So our kids are shy. These are the kind of inhibitions. They are afraid to ask questions. So these things, I found I was kind of reiterating or probably I was like reaffirming the problems that I faced. I was confirming all that. അങ്ങനെ ഞാൻ പിന്നെ യെസ് എഡ്യൂക്കേഷനാണ് എന്ന് തീരുമാനിക്കുകയും ഇൻ ദ പ്രോസസ് ഐ വെൻ ടു ഓൾമോസ്റ്റ് ഓൾ ദ ലീഡിങ് ക്യാമ്പസസ്. അങ്ങനെ ഞാൻ പോകുന്ന സമയത്താണ്, ബട്ട് ഐ വാസ് നോട്ട് അഗെയിൻ ഷുവർ അബൌട്ട് ദ സൊല്യൂഷൻ ബിക്കോസ് Google, I knew the problem. So when it comes to innovation, when it comes to building something unique, innovative, fundamentally, your product will evolve, but the problem that you're trying to solve should be certain. The only thing which was certain when I started was the problem. I need to build a new culture where these are the kind of skills, people who would have social skills, empathy, inquisitive mindset, curiosity, things like that. Failure should be celebrated, resilience and things like that. And that's all about it. 10,000 times bulb, he failed in creating the bulb. So it's just about ഒരു തവണയുടെ created a bulb. ഇതിനിടയിൽ എവിടെ വെച്ചെങ്കിലും ഗിവ് അപ്പ് ചെയ്തിരുന്നെങ്കിൽ then it would have been a different story, right? So it's just that is needed. It's not that ഈ ടോയ്ലറ്റ് ചെയ്തു, ഈ ടോയ്ലറ്റിൽ ഒരു പാർട്ട് ഞാൻ ചെയ്തതല്ല, ബിക്കോസ് ഫണ്ടമെൻ്റലി ഐ എം എ ഫെയിലിയർ, a zero when it comes to mechanical engineering. But then so it's everything else that has worked for us. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതാണ് ഡെവലപ്പ് ചെയ്തത്, and which I developed outside of a classroom. That's the irony.
I mean, people all go to CET because you learn a lot of stuff outside your classroom, right? Not inside. So those are the kind of things. അത് ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജസിലില്ല. അവിടെ ഇപ്പോഴും നമ്മൾ യൂണിഫോം ഇട്ട് പോവാണ്. I mean, then you don't have that opportunity, right? So we wanted to create that kind of an environment in a classroom. ഇത്ര മനസ്സിലായി. And then I travel, like, right? So അങ്ങനെ വന്ന സമയത്താണ് ഈ ബിൽഡിംഗ് കയറി വരുമ്പോൾ തന്നെ ക്യാമ്പസിൽ. സോ ദിസ് വാസ് വൺ ബിൽഡിംഗ് വെയർ പീപ്പിൾ ന്യൂ മീ ആൻഡ് ഐ വാസ് വർക്കിംഗ് വിത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഫോർ സം ടൈം ഇൻ ദർ ഇന്നോവേഷൻ ഡ്രിവൺ ആക്ടിവിറ്റീസ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഐ ഫൗണ്ട് ദിസ് ബിൽഡിംഗ്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ഒരാളില്ലോ. ഇറ്റ്സ് പ്രോബബ്ലി ദ ബെസ്റ്റ് ബിൽഡിംഗ് ഹിയർ. ആൻഡ് ദെൻ ദിസ് ഇസ് എ ക്യാമ്പസ് വെയർ 17,000+ സ്റ്റുഡൻസ് ആർ ദേ. ആൻഡ് മാറിവാനിയോസും CE ടീമാണ് എനിക്ക് തോന്നുന്നു ഹൂ ഇസ് ഹൂ ഇൻ ദ സ്റ്റേറ്റിൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. ഐ തോട്ട് ആഫ്റ്റർ ഫൈൻഡിങ്, എൻ്റെ മുന്നിൽ 4-5 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ടു സ്റ്റാർട്ട് സംതിങ് ഓഫ് ദിസ്, ബട്ട് ഐ ഫൗണ്ട് ദിസ് ആസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദിസ് ബിൽഡിംഗ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആൾ പറഞ്ഞത് ഇതൊരു MBA കോളേജായിരുന്നു, അത് പൂട്ടി. സോ പീപ്പിൾ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് the പ്രശ്നങ്ങൾ, റൈറ്റ്? സോ ഇത് പൂട്ടി ആൻഡ് ദെൻ ദ ഫൺ അറൗണ്ട് ഇറ്റ് ആൻഡ് ദെൻ ദ ഇമാജിനേഷൻ അവിടെയൊക്കെ നിൽക്കുള്ളൂ. ബട്ട് ആസ് എൻ ഓൺട്രപ്രണർ എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ ബൾബ് കത്തുന്നത്. വി ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ഓൾ യുവർ സെൻസസ് ആർ ഓപ്പൺ, റൈറ്റ്? എവിടെയാണ് യുവർ തിങ് ഹാപ്പൻസ് എന്നുള്ളത്. സോ ഐ ദെൻ വെൻ ദെയർ ആൻഡ് ദെൻ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കുറച്ച് ഐഡിയാസ് കിട്ടി. ആൻഡ് ദെൻ ഐ പ്രസൻറ്റഡ് ആൻഡ് ദെൻ ദേ ഷോഡ് കോൺഫിഡൻസ് ഇൻ മൈ ഐഡിയ. I literally had nothing when I started this, just this idea and a lot of passion. Again, I could transform the energy and things like that. They appreciated, and I mean, I could really appreciate and thank this campus. And it's a very traditional kind of endu parayana operate ചെയ്യുന്ന ഒരു സെറ്റപ്പിനുള്ളിൽ they took this chance, and then 2 years it took for us to reach the ഒരു എന്താണ് solution എന്നുള്ള നിലയിൽ which you call as B-Hub. Now B-Hub right now is in a proper shape. Again, we are transforming. B-Hubന് മുന്നേ ബ്ലൂം എന്ന് പറയുന്ന ഇത് ആണ് ഇതിൻ്റെ പേരൻറ്റ് വെഞ്ചർ. So which is kind of a new age university that we are trying to build, where you bring passion into the education, you bring purpose into the education. നമ്മൾ ട്രിഗണോമെട്രി ഒക്കെ പഠിച്ചു, പക്ഷേ എന്തിനു പഠിച്ചു എന്ന് അറിയത്തില്ല. സോ ആ പാഷനും പേർപ്പസും റിലവൻസ് ഇൻ ടു ദ എഡ്യൂക്കേഷൻ. വേൾഡ് ഈസ് മൂവിങ് ഇൻ എ വെരി ബ്രിസ്ക് ഫാസ്റ്റ് പേസ്. അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന അലൈൻഡ് ആവുന്ന ലേണിംഗ് പ്രോസസ്സ്, റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റ് വരണം, ഇൻസ്പിറേഷൻ കൊണ്ടുവരണം. ദ്രോണാചാര്യ ഏകലവ്യനെ ഒരു ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടില്ല, right? So you don't need a lot of a baggage of information to be bombarded on a child, but you just need a capsule of inspiration. So എങ്ങനെ ഈ പറയുന്ന എലമെൻറ്റുകൾ കൊണ്ടുവരാം എന്നുള്ളതാണ് our thought process. So we call it collaborative education university എന്ന് പറയുന്നത്. We probably as an idea, one of the world's first university of collaborative education. That's our larger idea, where the entire you got plenty of knowledge resources around you. അവരെല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതും അതിഷ്ടമുള്ള ഒരാളെ പഠിക്കാനുള്ളൊരു അവസരമാക്കി കൊടുക്കാം. സോ കണ്ടൻറ്റ് ഈസ് അഗ്രിഗേറ്റഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഊബറിൻ്റെ മാതിരി അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് മാതിരി, വെർ യു ക്യാൻ പ്രൊഡ്യൂസ് യുവർ കോണ്ടൻറ്റ് ഓൺ യുവർ ഏരിയാസ് ഓഫ് പാഷൻ. ആൻഡ് ദെൻ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന പോലെ വി ഹാവ് ദി സർട്ടിഫിക്കേഷൻ, പ്ലേസ്മെൻറ്റ് എക്സെട്ര, അങ്ങനത്തെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് കോണ്ടൻറ്റ്, അതൊക്കെയാണ് നമ്മളുടെ ഹൈലൈറ്റ്. അതിൻ്റെ ഹബ്ബുകളാണ് B-Hubകൾ. അതിൻ്റെ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂമിൻ്റെ ഹബ്സ്, like a college. So it's kind of a university and college relationship. Our university is digital, where content is aggregated globally, and then there will be B-Hubs which will consume that content and deliver. ഇനി കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ B-Hubകൾ എന്ന് പറഞ്ഞാൽ വർക്കിങ്ങിൻ്റെയും ലേണിങ്ങിൻ്റെ ഒരു മിക്സാണ്. സോ ദീസ് ആർ two new concepts: co-working or collaborative working, co-learning which is collaborative learning. എന്ന് വെച്ചാൽ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്കോസിസ്റ്റം കം ടുഗെദർ, ദേ ഷെയർ ആൻഡ് ദെൻ ദേ നോളജ്. ഞാൻ അതിനെ കുറച്ചൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബേസിക്കലി ബ്ലൂം ചെയ്യുന്നത്. സോ വർക്കിങ്ങും ലേണിങ്ങുമാണ് B-Hub എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ആർട്ടിസ്റ്റും മ്യൂസീഷ്യനും ലോയറും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും 10 വയസ്സായ കുട്ടിയും 50 വയസ്സുകാരനും റിട്ടയർഡ് സയൻറ്റിസ്റ്റും ആർക്കും വരാം എന്നുള്ളതാണ് ഫണ്ടമില്ല. അല്ലാതെ കോർപ്പറേറ്റ്സിന് റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല കൊടുത്തത്. വി വാണ്ടഡ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഹെട്രോജിനിയസ് മിക്സ് ഓഫ് skills come together, and then collaboration will just happen. 2 മ്യൂസീഷ്യൻസ് ഒരുമിച്ചാൽ ഒരു പാട്ടുണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മ്യൂസിക്, ഒരു ബാൻഡോ സംതിങ്, ഒരു ജാമിങ് നടക്കും. പക്ഷേ ഒരു മ്യൂസീഷ്യനും ഒരു ടെക്കിയും ഒരു മാർക്കറ്ററോട് ഒരുമിക്കുകയാണെങ്കിൽ, ദീസ് ആർ ലൈക്ക് കോംപ്ലിമെൻ്ററി സ്കിൽസ്, റൈറ്റ്?
സ്മ്യൂൾ ഉണ്ടാവും, വിച്ച് ഈസ് ഹാവിങ് മച്ച് മോർ ഇമ്പാക്ട്. സോ ദീസ് കൈൻഡ് ഓഫ് കൊളാബറേഷൻസ് ഷുഡ് ഹാപ്പൻ. അപ്പോൾ കോവർക്കിംഗ് എന്ന് പറയുന്നതാണ് ഒരു എലമെൻറ്റ് വെയർ എഗെയിൻ അൺലൈക്ക് എനി അതർ കോവർക്കിംഗ് സ്പേസസ് വി ഹാവ് ഈ പറയുന്ന കൊളാബറേഷൻ, മൾട്ടിപ്പിൾ സ്കിൽസ്. അല്ലെങ്കിൽ എനിബഡി ക്യാൻ വിത്ത് എ കൺഫ്യൂസ് മൈൻഡ് സെറ്റ് ക്യാൻ ജസ്റ്റ് വാക്ക് ഇൻ and then he has always got a second step, which I wanted throughout my life. ഇവിടെ എന്തൊക്കെ കണ്ടാലും ഇവിടെ കാണുന്നതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഈ 15 വർഷത്തോളം പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ഒരു ട്രാൻസ്ലേഷനാണ്. പിന്നെ ലേണിംഗ് ഉള്ളത് ഈ പറയുന്ന ബ്ലൂമിനകത്തുള്ള കോഴ്സസും കാര്യങ്ങളും എല്ലാം ഇവിടെ ആയിരക്കണക്കിന് പ്രോഗ്രാംസ് ആയിട്ട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് 3 മണിക്കൂർ മുതൽ 3000 മണിക്കൂർ വരെയുള്ള ലേണിംഗ് പ്രോഗ്രാംസ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് ബ്ലൂമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ ലേണിംഗ് പ്രോഗ്രാംസ്. സോ വി ഹാവ് ഒരു 3,500+ passionate practitioners as educators. അപ്പോൾ typical teachers അല്ല, passionate practitioners like you yourself in your area. So we'll all come together and then they will share their knowledge here. അപ്പോൾ and അങ്ങനെ 3,500+, 1,000+ programs from art to artificial intelligence, from pottery to Python, from music to machine learning, anything which you love to learn, right? അങ്ങനെ തുടങ്ങി. And then 25,000 people walked into the campus from a 10-year-old to a 50-year-old. And you can see in our classrooms, and then these are like, very unconventional classroom, right? Concept of classroom തന്നെ നമ്മൾ റീഡിഫൈൻ ചെയ്തു in terms of the physical space. ഇപ്പോൾ you'll find stepped seatings here. ഇത് ഗ്ലോറിഫൈഡ് കലുങ്കുകളാണ്. പണ്ട് we used to dream sitting on top of a കലുങ്ക്, റൈറ്റ്? എനിക്ക് അവിടെ പോകണം, ഞാൻ അങ്ങനെ ആവണം, all that. അങ്ങനെയുള്ള സ്പേസ് ഇല്ല ഇന്നിപ്പോൾ. ക്ലാസ് റൂംസ് ആയാലും വീടുകളായാലും റെസ്ട്രിക്റ്റഡ് എൻവയോൺമെൻറ്റ്സ് ആണ് ആൾക്കാർക്ക്. വി വാണ്ടഡ് എ വെരി ഫ്രീ സ്പേസ്, അവർക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സ്പേസ്. അപ്പോൾ സോ വി ഹാവ് ദിസ് ലേണിംഗ് സ്പേസിൽ പല ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് നടന്നു. 25,000 പീപ്പിൾ കെയിം ഹിയർ. ഒരു 10 വയസ്സുകാരനും 50 വയസ്സുകാരനും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് പഠിക്കും. സോ ഏജ് അല്ല നോളജിൻ്റെ ഒരു മേജർ മാനദണ്ഡം എന്നുള്ള. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് കണ്ടിന്യൂസ് ലേണിംഗ് ഓൾസോ. ഐ നോയിങ് you also, you're still learning, right? That's your energy and aura and whatever we see around is because of all that. And അങ്ങനെയുള്ളവർക്ക് ഇനി ഫ്യൂച്ചർ ഉള്ളൂ. ഇറ്റ്സ് അബൌട്ട് കണ്ടിന്യൂസ് ലേണിംഗ്. സോ കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, ലേണിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇതിനെ ഇവോൾവ് ചെയ്തു. അപ്പോൾ സ്കിൽസ് ഉണ്ടായി. സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയബിലിറ്റി ഉണ്ടാവും. എംപ്ലോയബിലിറ്റി ഉണ്ടായെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. എംപ്ലോയ്മെൻറ്റ് ഉണ്ടായെന്നുണ്ടെങ്കിൽ ജോബ്സ് ഉണ്ടാവും. ജോബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡസ്ട്രീസ് വരും. ഇൻഡസ്ട്രീസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ സെല്ലാവും. വി യൂസ് ടു സെൽ വർക്കിംഗ് സ്പേസ്, വർക്ക് സ്പേസ്. അവിടെ ഇതുവഴി എങ്ങനെയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിലിക്കൺ വാലി ഉണ്ടായത്? എഡ്യൂക്കേഷന് ചുറ്റുമാണ് ഇൻഡസ്ട്രീസ് ഉണ്ടായിട്ടുള്ളത്. ടെക്നോ പാർക്ക് ഉണ്ടായതുപോലും ട്രിവാൻഡ്രത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു ഹബ്ബായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് മറ്റ് സ്ഥലങ്ങളിലാവാൻ. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് പോയിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കോവർക്കിംഗ് സ്പേസ്, ബട്ട് ഇറ്റ്സ് എ മിക്സ് ഓഫ് a blend of co-working and co-learning. It's an education first space where eventually and in the future work and learn will coexist throughout your life. പണ്ട് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന, എന്നിട്ട് പിന്നെ എക്സ്പീരിയൻസിലൂടെ ഗെയിൻ ചെയ്യാമെന്നായിരുന്നല്ലോ, അത് പോയി. ഇറ്റ്സ് അബൌട്ട് കണ്ടിന്യൂസ് ലേണിംഗ്. എവറി 6 months യു ഹാവ് ടു ലേൺ ന്യൂ തിങ്സ്. അപ്പോൾ അങ്ങനെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ജോലി ചെയ്യുകയും വേണം. സോ വർക്ക് ആൻഡ് ലേൺ ഷുഡ് കോഎക്സിസ്റ്റ്, ആൻഡ് ഹെൻസ് യു വിൽ ഫൈൻഡ് എ co-working and co-learning space here in B-Hub. And that's why probably it is called B-Hub Learning as a life space. Yeah, so this is idippa recently we actually spun this company off. These are 2 different companies. One is a digital company, Bloom nu parayunnathu, where data is aggregated. We'll have more B-Hubs across the state and across the globe. We are opening multiple centers in nook and corners of the state and the country, and even abroad as well. B-Hub, it's more of a real estate affair. It's space, just like a college, right? It's more of that real estate thing. അപ്പോൾ അതുകൊണ്ട് സോ വി സ്പൺ ഇറ്റ് ഓഫ്. ആൻഡ് ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം ഇസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. നോളജ് അതിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും. സോ വി ഹാവ് ലൈഫ് സ്പേസസ് എന്ന് പറഞ്ഞിട്ട്. സോ വി ക്രിയേറ്റഡ് എ ന്യൂ കമ്പനി വിത്ത് 100% സബ്സിഡറി ഓഫ് ബ്ലൂം വെച്ചിട്ട് വി സ്റ്റാർട്ടഡ് ദിസ്. ആൻഡ് ദിസ് ഹസ് ഇമ്പാക്റ്റഡ് ദ സിറ്റി ഇൻ മൾട്ടിപ്പിൾ വേസ്. ദിസ് ഇസ് പ്രോബബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പനിങ് സ്പേസസ് ഇൻ ട്രിവാൻഡ്രം. സോ B-Hub ലൈഫ് സ്പേസസ്, B-Hub എന്ന് പറയുന്നത് ഇസ് ദ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ഓഫ് ബ്ലൂം. ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ B-Hub ഒരു കോളേജ് എന്ന് പറഞ്ഞു. കോളേജ് ട്രിവാൻഡ്രത്ത് അങ്ങ് ഹിറ്റായി ബിഫോർ യൂണിവേഴ്സിറ്റി, റൈറ്റ്? സോ
അവിടെ വഴിയാണ് 3500 എഡ്യൂക്കേറ്റേഴ്സിനെ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് മാത്രം റിട്ടയർഡ് സയൻറ്റിസ്റ്റുകൾ, റിട്ടയർമെൻറ്റ് പേരൻറ്റിങ് ഗാർഡനിങ് നിൽക്കുക, ഇതുപോലെ ഇഷ്ടം പോലെ അൺഡിസ്കവേർഡ് അൺടാപ്ഡ് നോളജ് ഇൻവെൻട്രി ഉണ്ട്. ഒരു പക്ഷേ അവർ ചന്ദ്രയാൻ്റെ ലൂടെ ചന്ദ്രയാൻ അവസാനം ഫെയിലായ ആ ഒരു പാർട്ടിലെ ഏറ്റവും വലിയ ലേണിംഗ് അവർക്ക് കിട്ടിയത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദെയർ കരിയർ ആയിരിക്കും. ആൻഡ് ദെൻ ദ സിസ്റ്റം സേസ് യു സ്വിച്ച് ഓഫ് and then you do parenting and gardening. That is probably a period when you have to really start living your best part of your life. അതിന് എനേബിൾ ചെയ്യുന്നൊരു സിസ്റ്റം ഇല്ലാതെ തോന്നി. അങ്ങനെ കണ്ടമാനം ടെക്കീസ് ഹു ആർ റിയലി പാഷനേറ്റ് ഇൻ ഷെയറിങ് നോളജ് ആൻഡ് ഷെയറിങ് ഇസ് മോർ ലേണിംഗ്. യു വിൽ ബി ചാലഞ്ച്ഡ്. ഒരു 4 ചോദ്യം പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്, ഇഷ്ടമുള്ളവരെ ഇവിടെ വന്ന് പഠിക്കുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിർബന്ധിച്ചോ എല്ലാവരും കൊണ്ടിരുത്തല്ല. സോ യു ചാലഞ്ച്ഡ്. അവിടെ 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ അവർ ഡെഫിനറ്റ്ലി വീട്ടിൽ പോയിരുന്ന് അതോടെ പഠിച്ചിട്ടേ തുടങ്ങും. സോ യു ആർ ഓൾവേസ് ചാലഞ്ച് ടു ലേൺ.